മണ്ണാർക്കാട്ടെ MES കോളേജിലെ KSUക്കാരുടെ കാര്യം ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പട്ടിയെ തല്ലുന്നത് പോലെയല്ലേ ആ തെരുവിലിട്ട് KSUക്കാരെ ഓടി 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 അടിച്ചത്. ആ അടിയും വാങ്ങി പിന്നീട് കോംപ്രമൈസ് പറയേണ്ടി വന്ന ഏറ്റവും വലിയ ഗതികേടിന്റെ പേരായി KSU മാറിയത് എന്തുകൊണ്ടാണ്? ഈ വർഗീയവാദ നിലപാടെടുക്കുന്ന MSF അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. കാലിക്കറ്റിൽ MSF KSU എന്ന സംഘടനയെ കുഴിച്ചുമൂടി, കണ്ണൂരിൽ എടുത്തുകളഞ്ഞു. ഇന്ന് കേരളത്തിലെമ്പാടും ക്യാമ്പസുകളിൽ വർഗീയവാദ നിലപാട് ഉയർത്തുകയാണ്. ആരുടെ ധൈര്യത്തിലാണ്? KSUവിന്റെ ധൈര്യത്തിലൊന്നുമല്ല, RSSന്റെ ധൈര്യത്തിലാണ് ഈ പറഞ്ഞ MSF ഈ പ്രവർത്തനം നടത്തുന്നത്. ഉദാഹരണത്തിന് സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും SFIക്കെതിരെയായി അക്രമം. വർഗീയവാദികൾ എന്നവരെ വിളിച്ചത് അവർക്ക് കൊണ്ടോ? വർഗീയവാദികളെ വർഗീയവാദി എന്നല്ലാതെ ഋത്തിക് റോഷൻ എന്ന് വിളിക്കാൻ കഴിയോ? വർഗീയവാദിയെ വർഗീയവാദി എന്നല്ലാതെ മോഹൻലാൽ എന്ന് വിളിക്കാൻ കഴിയോ? PK നവാസ് കേൾക്കാൻ വേണ്ടി പറയുകയാണ്, നീ 1-ാം നമ്പർ വർഗീയവാദി. അതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. MSF കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ സംഘടന അടിവരയിട്ട് SFI പ്രഖ്യാപിക്കുകയാണ്. കേരളം കണ്ടിട്ടുള്ള ലക്ഷണമൊത്ത വർഗീയവാദ സംഘടനയാണ് MSF. നിങ്ങളുടെ പേര് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. സ്വത്വബോധമൊന്നുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കും ക്യാമ്പസ് ഫ്രണ്ടിനും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന മുള്ളുമുരിക്കുകളെയും ഈ നാട്ടിൽ പട്ടിയെ വെട്ടിപ്പടിച്ച് ഈ നാട്ടിൽ അക്രമം നടത്തുന്ന SDPക്കാരുടെ SDPI നേതാക്കന്മാരുടെ നിരോധിച്ച CFIയുടെ ബാക്കി പത്രമാണ് നീ എന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ. ഞങ്ങൾ ഇത് എവിടെയും പറയും. ലീഗിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇവിടെ ഒരു വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചുകൊണ്ട് ബാങ്കിൽ തന്റെ പ്രൊമോഷന് വേണ്ടി വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവതരിപ്പിക്കുകയും അത് കയ്യോടെ പിടിക്കപ്പെടുകയും ചെയ്ത ദിവസങ്ങളിലാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടുന്നത്. ഇവർ മതത്തെ വിറ്റ് സമുദായത്തെ വിറ്റ് കാശുണ്ടാക്കും. സമുദായത്തെ വിറ്റ് ഈ നാട്ടിലെ RSSുമായി ബാന്ധവവും രഹസ്യമായി സൃഷ്ടിക്കും. സമുദായത്തെ വിറ്റ് ഈ നാട്ടിലെ എല്ലാവിധ ലീഗ് നേതാക്കന്മാരും തിന്നുകൊടുത്ത കാലയളവാണ് കടന്നുപോയത് എന്നുള്ളത് ഏതൊരു മതവിശ്വാസിയെയും ഏറ്റവും അമ്പരപ്പെടുത്തുന്നതാണ്. മുസ്ലിം ജനവിഭാഗത്തിന്റെ അട്ടിപ്പേർ അവകാശമൊന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനില്ല, MSFിനില്ല, യൂത്ത് ലീഗിനില്ല. അങ്ങനെയൊന്നും കരുതി പോകണ്ട. അങ്ങനെ മതത്തെ ഉപയോഗിച്ച് ഈ നാട്ടിൽ നടത്തുന്ന മതവർഗീയവാദത്തെ ചെറുക്കാൻ ഇന്ന് മതനിരപേക്ഷവാദികൾ കൂടുതൽ രംഗത്ത് വരേണ്ട ഒരാവശ്യകതയാണ് ഇന്ന് ഈ നാട് ഉയർത്തിപ്പിടിക്കുന്നത്.